മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്, നീ എന്തായാലും മഹാലക്ഷ്മിയെ ചുറ്റിപ്പറ്റി വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും സാറ് പേടിക്കണ്ട, ഞാൻ ഇവിടെ അവിടെയായിട്ട് എന്തായാലും നിൽക്കും, സാറ് ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറയണം കേട്ടോ. നാളേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം മാർക്ക്. എനിക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും എനിക്ക് കയറി ചെല്ലാം, നാളെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാളെ പോകുമ്പോൾ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വായോ, ഞങ്ങൾക്ക് അതാ ഒരു സന്തോഷം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ശരി ഞാൻ വരാം എന്ന് പറഞ്ഞതിന് ശേഷം അവർ മൂന്ന് പേരും കൂടിയിട്ട് ഡോക്ടർ തോമസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഡോക്ടർ തോമസിൻ്റെ അടുത്ത് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കണ്ണൻ. അതേപോലെ തോമസ് വൈദ്യരുടെ അടുത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉണ്ടാവില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെ പറയണം. തോമസ് വൈദ്യർ പറയണം, അത് വേണ്ടി വരും, ഒരുപാട് പ്രതിസന്ധികൾ കൂടാൻ പോവുകയാണ്, അതുകൊണ്ട് നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും കണ്ണൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയണം. ഈ പ്രാവശ്യം കണ്ണൻ സാർക്ക് എന്തായാലും ഒരു മഹാത്ഭുതം നടക്കും എന്നിങ്ങനെ മാർക്കോ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, കണ്ണൻ ചോദിക്കുന്നുണ്ട്, മാർക്കോ എന്താ അങ്ങനെ പറയുന്നത് ചോദിക്കും. ഞാൻ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ പറയുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ പറയില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ 90% നടക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നല്ലവർക്ക് വേണ്ടിയിട്ടല്ലേ, സാറുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സാർക്ക് കൂടുതൽ പ്രതീക്ഷയായിട്ടായിരിക്കും ഇവിടുന്ന് പോവുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വൈദ്യർ കണ്ണനെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ പോവുകയാണ് കേട്ടോ. കണ്ണനോട് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് പുതിയ മരുന്നുകൾ പരീക്ഷിച്ച് നോക്കാം, അതിനുശേഷം പരീക്ഷണം തുടങ്ങാമെന്നിങ്ങനെ പറയണം കേട്ടോ. വൈദ്യർ കുറേ പച്ചല മരുന്നുകളും അങ്ങനെ പല കൂട്ടുകളും പുതിയ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് അതൊക്കെ അരച്ചതിന് ശേഷം കണ്ണൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തേക്കണം കേട്ടോ. അതിനുശേഷം കണ്ണനോട് ചോദിക്കണം, നല്ല മസാജ് ചെയ്യുന്നുണ്ട് കണ്ണൻ, നിനക്ക് ഇപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ചോദിക്കണം കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോൾ തോന്നുന്നുണ്ട് എൻ്റെ കാലിൻ്റെ അടിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ മഹാലക്ഷ്മിക്കും അതുപോലെ മാർക്കോയ്ക്കും ഡോക്ടർക്കും സന്തോഷമാണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ അവിടെ വരുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പറഞ്ഞിട്ട് എൻ്റെ പരീക്ഷണം വിജയിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തോമസിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തായാലും ശരി, നമ്മുടെ കണ്ണൻ ചലനശേഷി തിരിച്ച് കിട്ടുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ പറയണം കേട്ടോ, ഞാൻ എന്തായാലും ശരി എൻ്റെ കണ്ണേട്ടനെ ഞാൻ ഇനി ഒറ്റുകൊടുക്കില്ല, അതുപോലെ കണ്ണേട്ടൻ്റെ കൂടെ ആരെന്ത് ചെയ്യണമെങ്കിൽ ഞാനതിന് നിൽക്കില്ല, എൻ്റെ കണ്ണേട്ടനാണ് ശരി, എൻ്റെ ജീവിതം ഇങ്ങനെ ആവുകയും ചെയ്തു, കണ്ണേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടതാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ജീവിതം ആകില്ലായിരുന്നു എന്നും മഞ്ജു കരുതുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ കരുണയെയും ഉണ്ണിയെയും കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കരുണയാകെ ദേഷ്യം കൊണ്ട് സമനില തെറ്റിയിട്ടിരിക്കുകയാണ്. ഏതായാലും ഉണ്ണിയേട്ടനെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഞാൻ ഇതുപോലൊരു അബദ്ധത്തിൽ പെടാനില്ല, എനിക്ക് അവളുടെ കണ്ണുനീര് കാണണം, അതിനുവേണ്ടി മേഘേട്ടൻ എന്തെങ്കിലും ചെയ്യണം, മേഘേട്ടൻ്റെ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്നിങ്ങനെ കരുണ പറയണം കേട്ടോ. അവൾ എൻ്റെ കൂടെ എങ്ങനെ ജീവിച്ചവളെന്നറിയോ, ഇപ്പോൾ അവൾ ആരാണെന്നറിയോ, അതുകൊണ്ട് മേഘേട്ടൻ തന്നെ ചെയ്യണം, ഈ ഉണ്ണിയേട്ടന് ഒന്നിനും കൊള്ളില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോയിരിക്കണം, ഇനി അവൻ നടന്നു വരുമോ എന്നെല്ലാം ഇങ്ങനെ കരുണ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ പറയുന്നുണ്ട്, മോള് പേടിക്കണ്ട, അവൻ എഴുന്നേൽക്കുകയോ ഓട് എന്തോ ചെയ്തോട്ടെ, പക്ഷേ അവൻ്റെ ശരീരം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിനെ ഞാൻ തളർത്തും, അത് മോള് അത്രയും ചിന്തിച്ചാൽ മതി, അവൻ്റെ മനസ്സ് ഒരിക്കലും ഇനി ഉണരില്ല, കാരണം അത്രയ്ക്കും തളർത്തുന്ന പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്, മഹാലക്ഷ്മിയെ ഞാൻ ഇല്ലാതാക്കും, മോൾ സന്തോഷമായിട്ടിരുന്നോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അവിടെ മഞ്ജു ഇപ്പോൾ ഇവരുടെ കൂടെയാണ്. ഞാൻ എന്തും അവളോട് പറയുന്നില്ല, അവളിപ്പോൾ കണ്ണനെയും ഏടത്തിയമ്മയും കുറിച്ചിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അവൾക്ക് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് സ്വാതി പണി ചെയ്യും, ഒരു പണി അവൾ ചെയ്യില്ല എന്നെല്ലാം അങ്ങനെ മേഘനാഥൻ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, ഇപ്പം അതല്ലല്ലോ വിഷയം, ഇപ്പോഴത്തെ വിഷയം മഹാലക്ഷ്മി അല്ലേ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അതെ, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളേ, അത് നമുക്ക് ഉടനെ കേൾക്കാമെന്ന് മേഘനാഥൻ പറയും.